നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന ജനതയിൽ മക്കയിൽ മദ്യപാനമുണ്ട്, വ്യഭിചാരമുണ്ട്, കൊലപാതകങ്ങളുണ്ട്, സാമൂഹികമായ ഒരുപാട് തിന്മകളുണ്ട്, കുറ്റകൃത്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. ഇതൊക്കെ ഉള്ള ഖൗമിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അവർ ബാക്കി കാര്യങ്ങളിലൊക്കെ വളരെ പരിശുദ്ധരായി ജീവിച്ച് എന്നിട്ട് ഈ അവരുടെ വിശ്വാസത്തിൽ മാത്രം തകരാറ് അങ്ങനെയാണോ? അല്ല, ഒരുപാട് തിന്മകൾ. ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഞങ്ങൾ ശവം ഭക്ഷിച്ചിരുന്ന, അതുപോലെ ബിംബങ്ങൾ ആരാധിച്ചിരുന്ന, ശക്തൻ ദുർബലനെ അടിച്ചമർത്തി അവനെ തിന്ന് നടന്നിരുന്ന, അങ്ങനെ അക്രമികളായ, യുദ്ധം ചെയ്തിരുന്ന, കുടുംബ ബന്ധങ്ങൾ മുറിച്ചിരുന്ന ഖൗമായിരുന്നു. ആരാണ് പറയുന്നത്? ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശിയുടെ മുന്നിൽ വെച്ച് പറയുന്ന വാക്കുകളാണത്. നജ്ജാശി നസ്രാനിയായിരുന്ന രാജാവ് അവിടെ ഹിജറ വന്നിരുന്ന മുസ്ലിമീങ്ങളെ വിളിച്ച് അവരുടെ സ്ഥിതി ചോദിച്ചപ്പോൾ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഖൗമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവരോട് കള്ളുകുടിക്കരുത് എന്നല്ല പറഞ്ഞത്, ആദ്യം അവരോട് വ്യഭിചരിക്കരുത് എന്നോ കൊലപാതകം നടത്തരുത് എന്നോ കുടുംബബന്ധം മുറിക്കരുത് എന്നോ ഒന്നുമല്ല പറഞ്ഞത്. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യമാണ്. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന കാര്യമാണ്. ശിർക്ക് എന്ന തിന്മയിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം താക്കീത് നൽകിയത്. ഖും ഫഅൻദിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒന്നാകെ അങ്ങനെയായിരുന്നു. നോക്കൂ നിങ്ങൾ, മക്കയിലെ സ്ഥിതി എന്താണ്? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ 13 വർഷം ഈ ഒരു കാര്യത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിച്ചത്. നിസ്കാരം എപ്പോഴാണ് നിർബന്ധമായത്? നിസ്കാരം ഇസ്രാഇന്റെ രാത്രിയിലാണ്, ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലാണ് നിർബന്ധമാക്കപ്പെട്ടത്. അതാകട്ടെ ഹിജറയോട് വളരെ അടുത്താണ് നടന്നത്. 1 വർഷം മുമ്പായിരുന്നു എന്ന് അഭിപ്രായമുണ്ട്, 3 വർഷം മുമ്പായിരുന്നു അഭിപ്രായമുണ്ട്, 6 മാസം മുമ്പായിരുന്നു ഇസ്രാ മിഅ്റാജ് നടന്നത് എന്ന അഭിപ്രായമുണ്ട്. ഇത്രയും സുദീർഘമായ വർഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അള്ളാഹു അവിടുന്ന് ഉമ്മത്തിനോട് നിസ്കാരം പോലും നിർബന്ധമായി കൽപ്പിച്ചിട്ടില്ല. പിന്നെന്താണ് കൽപ്പിച്ചത്? എന്താ പറഞ്ഞത്? തൗഹീദാണ് പറഞ്ഞത്. ശിർക്കിനെതിരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. ഒടുവിൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിനെതിരിൽ താക്കീത് നൽകിയിട്ടാണ് വഫാത്തായി പോയത്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദി നസ്രാനികൾ അല്ലാഹു ശപിക്കട്ടെ, അവരുടെ നബിമാരുടെ ഖബറുകൾ അവർ മസ്ജിദുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ എന്താണ് ഹദീസിനെ കുറിച്ച്? യുഹജ്ജിറു മാ സനഉ. അവർ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയായിരുന്നു. ഖും ഫഅൻദിർ എന്ന റബ്ബിന്റെ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വരെ നടപ്പിലാക്കി. ഇതുകൊണ്ടാണ് തൗഹീദാണ് ഏറ്റവും മുന്തിയ പ്രാധാന്യമുള്ള വിഷയം. ഏത് കാലത്തും നമ്മുടെ ഏറ്റവും മുഖ്യമായ പ്രബോധന വിഷയം എന്തായിരിക്കണം? തൗഹീദായിരിക്കണം, ശിർക്കിനെതിരിലായിരിക്കണം. മരിക്കാൻ കാലത്തേക്ക് അള്ളാഹുലേക്ക് ക്ഷണിച്ച് റബ്ബിന്റെ ദീൻ പഠിപ്പിച്ച് ജീവിച്ച ഒരാൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾക്ക് ആശ്വസിക്കാം. അയാൾ സംസാരിച്ചത് തൗഹീദാണെങ്കിൽ, ശിർക്കിനെതിരിലാണെങ്കിൽ, സുന്നത്തിന് വേണ്ടിയാണെങ്കിൽ, ബിദ്അത്തിനെതിരിലാണെങ്കിൽ. അതല്ലാതെ ഇന്നത്തെ മഴക്ക് മുളച്ച് നാളത്തെ വെയിലിന് തളർന്നു പോകുന്ന, ഉണങ്ങിപ്പോകുന്ന പോലെയുള്ള വിഷയങ്ങൾ, അതിന്റെ പിന്നാലെ കൂടുക, അതിന്റെയൊക്കെ പിന്നാലെ യാതൊരു ഉൾക്കാഴ്ചയുമില്ലാതെ, വിവരവുമില്ലാതെ, ബസീറത്തില്ലാതെ അതിന്റെ ഒക്കെ പിന്നാലെ പോവുക എന്നത് വിഡ്ഢിത്തമാണ്. നമ്മൾ ഖേദിക്കേണ്ടി വരും. നമ്മൾ അതിന്റെ പിന്നാലെ സമയം കളഞ്ഞതിൽ ഖേദിക്കേണ്ടി വരും. എന്നാൽ തൗഹീദിന് വേണ്ടി ഒരുവൻ നിലകൊണ്ടാൽ, സുന്നത്തിന് വേണ്ടി നിലകൊണ്ടാൽ, അതിനുവേണ്ടി സംസാരിച്ചാൽ, ശിർക്കിനെതിരിൽ ബിദ്അത്തിനെതിരിൽ സംസാരിച്ചാൽ ഒരിക്കലും ഖേദിക്കേണ്ടി വരികയില്ല. കാരണം അത് നബിമാരുടെ മാതൃകയാണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഹക്കിന് വേണ്ടിയാണ് നീ സംസാരിക്കുന്നത്. അള്ളാഹു മനുഷ്യരെ പടച്ച കാര്യം എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? അതിനുവേണ്ടി. അള്ളാഹു മുഴുവൻ കിതാബുകളും ഇറക്കിയത് എന്തിനു വേണ്ടിയാണ്? അതിനുവേണ്ടി. അള്ളാഹു മുഴുവൻ റസൂലുകൾ നിയോഗിച്ചത് എന്തിനാണ്? അതിനുവേണ്ടി. അതിനുവേണ്ടി സംസാരിക്കുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റേത് കാര്യമുണ്ട്? അതുകൊണ്ട് നമുക്ക് ആദ്യത്തിലും മധ്യത്തിലും അവസാനത്തിലും ഒക്കെ പറയാനുള്ളത് തൗഹീദാണ്. അതൊരിക്കലും മറന്നുപോകരുത്. അത് ദഅവത്ത് നടത്തുന്നത്, അത് പ്രബോധനം നടത്തുന്നതിനാണ് എല്ലാ ബറക്കത്തും ഉള്ളത്. അവരാണ് അള്ളാഹു സഹായിക്കുക, അവർക്കാണ് അള്ളാഹു വിജയം നൽകുക. വഫഖനില്ലാഹു വഇയ്യാകും. ഖലാസോടെ
റബ്ബിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന, സുന്നത്തിലേക്ക് ക്ഷണിക്കുന്ന, ഷിർക്കിനെതിരിൽ ബിദ്അത്തിനെതിരിൽ ജനങ്ങൾ ഉത്ബോധിപ്പിക്കുന്ന, താക്കീത് നൽകുന്ന യഥാർത്ഥ നബിമാരുടെ പാത പിൻപറ്റിയ ദുആത്തിൽ, പ്രബോധകരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മെ കൊണ്ട് ജനങ്ങൾക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെ റബ്ബ് അതിന് കാരണക്കാരാക്കുമാറാകട്ടെ. ആമീൻ ആമീൻ.